രാഹുലേ ഇത് നോക്കിയേ പുട്ട് മിക്സ്. നോമ്പ് തുറക്കുന്ന സമയം വരെ മാത്രമേ ഈ ഒരു ഇഫ്താർ സ്നാക്സ് ഒക്കെ ഈ ഒരു ടെന്നിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം വരെ ഇത് നോക്കിയേ ചിക്കൻ കമ്പിത്തിരി 1.5 വീടിയുടെ ചിക്കനും ബീഫും വരുന്ന ഒരു കോംബോ അത്. ഇത് നിങ്ങൾക്ക് നോമ്പുകളുടെ സമയം മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. നെയ് പത്തിരി, നൈസ് പത്തിരി, തേങ്ങാപ്പത്തിരി, തട്ടുദോശ, ഗോതമ്പ് ദോശ, ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കോംബോയിൽ സെലക്ട് ചെയ്യാം. തരിക്കഞ്ഞി, ജീരകഞ്ഞി, കുഞ്ഞിപ്പത്തല് തുടങ്ങിയ ഒരുപാട് ഐറ്റംസ് ഈ ഒരു ടെന്നിലുണ്ട്. 1.5 വീടിയുടെ 11 ഐറ്റംസ് വരുന്ന ഇഫ്താർ കോംബോ ഇത്. പാൽ പൊറോട്ടയും കോഴിക്കാൽ ചുട്ട റോസ്റ്റും കഴിച്ചിട്ടുണ്ടോ? അല്ല പൊളി സാധനം. ഇടിച്ച പുട്ടും ചിക്കൻ ഫ്രൈയും. രാഹുലേ ആരെ ഇടിച്ച്? നീ കഴിക്കില്ലേ? 2.2 വീടിന്റെ റമദാൻ സ്പെഷ്യൽ കോംബോസ് ആയത്. ഇതുകൂടാതെ മുട്ട സുർക്കാൻ, ബീഫ് പെരട്ട് തുടങ്ങി ഡിഫറെന്റ് കോംബോസ് ഉണ്ട്. എന്താ ചെടി അടിക്കുന്നത്? ആഫ്രിക്കൻ ഫുഫു. ഞാൻ പറഞ്ഞില്ലേ നോമ്പ് വെക്കേഷൻ ടെന്റ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നു. ഉപ്പിലിട്ട മാങ്ങ തൊട്ട് ഒരുപാട് ഐറ്റംസ്. പുട്ട് മിക്സ് ഉണ്ട്, ഓംലെറ്റ് മിക്സ് ഉണ്ട്, കപ്പ മിക്സ് ഉണ്ട്. ഇതൊക്കെ ഉള്ളത് നോമ്പ് വെക്കേഷൻ കേട്ടോ. ഈവനിങ് ഇവിടെ അടിപൊളിയാണ്. ഇതേ ലൈവ് സർബത്ത് സ്റ്റേഷനാണ്. പണ്ട് ട്രെൻഡിങ് ആയ ഫുൾ ജാർ സോഡ ഇല്ലേ, കുടിച്ചാലോ? കുലുക്കി സർബത്ത് നല്ല അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റാ. കുൽക്കി സർബത്ത് നല്ല അടിപൊളിയാണ്. കാന്താരി മാങ്ങ കഴിച്ചതിന് ശേഷം ഒരു കുലുക്കി സർബത്ത് അത് മസ്റ്റാണ്. കാന്താരി മാങ്ങ കഴിച്ചിട്ട് കണ്ണിന്ന് കിളി പോയിരിക്കുക. 70 ആൾക്കാരോളം ഇൻക്ലൂഡ് ചെയ്ത് ഇഫ്താർ പാർട്ടി നടത്താനുള്ള ഒരു പാർട്ടി ഹാളും ഇവിടെ ഉണ്ട്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നാൽ വൈബായിട്ട് കഴിച്ചിട്ട് പോകാം. അൽ റീഫ് പനേഷ്യ ലൊക്കേഷൻ വരുന്നത് ഉമ്മലസത്താണ്.